എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ദാ ഈ ടാറ് പോലെ ഇരിക്കുന്ന സംഭവം ഒന്നും അല്ലായിരുന്നു കേട്ടോ. നല്ല യെല്ലോ കളറിലുള്ള ഒരു സംഗതി ആയിരുന്നു. പക്ഷേ കിട്ടിയത് ഇതാണ്. അപ്പോൾ നമുക്കിന്ന് രണ്ട് വെറൈറ്റി ക്യാൻഡീസ് ട്രൈ ചെയ്താലോ? ക്യാൻഡി എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ പുളിമിഠായിയൊക്കെ ഫേമസ് ആണല്ലോ. അതുപോലെ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു മിഠായി പാക്കറ്റ് ആട്ടോ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ലാപ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ. സിക്കിമിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അതുപോലെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഏത് ഫ്രൂട്ടാണപ്പാ ഈ ലാപ്സി എന്നുള്ളതെന്ന്. ആക്ച്വലി നമ്മുടെ നാട്ടിലെ അമ്പഴങ്ങയാണ് അവിടുത്തെ ലാപ്സി. പുളി മധുരമൊക്കെ കലർന്ന ഈ അമ്പഴങ്ങയുടെ പൾപ്പും പിന്നെ ഷുഗർ, ചില്ലി, അവിടുത്തെ സ്പൈസസ് ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ടേസ്റ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ പുളിമിഠായിയുടെ വകയിൽ അമ്മാവനൊക്കെ ആയിട്ട് വരും. നമ്മുടെ പുളിമിഠായിക്ക് മധുരവും പുളിയാണല്ലോ. ഇതിന് കുറച്ച് സ്പൈസിനെസ്സും കൂടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ലാപ്സി ഫ്രൂട്ടിന്റെ ക്യാൻഡി ആക്ച്വലി സച്ചുവിന്റെ സെലക്ഷൻ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പൊട്ടിച്ച് നോക്കാൻ പോകുന്നതാണ് എൻ്റെ സെലക്ഷൻ. ഈ ഒരു പാക്കേജിങ് കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടോ. മാങ്ങയും പുളിയും കൂടിയിട്ട് ഒരു നല്ല കോമ്പിനേഷൻ ആയിരിക്കും തോന്നി. പക്ഷെ തുറന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഏകദേശം പ്രതീക്ഷകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇത്രയും കളർ അല്ലെങ്കിൽ ഇത്രയും ബ്ലാക്ക് കളർ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഫുഡ് കളർ ചേർത്തിട്ടുണ്ടാക്കിയ ഒരു ഐറ്റം എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഫീലായിരുന്നു. ഇതിൻ്റെ ആ ഒരു ജെറ്റ് ബ്ലാക്ക് കളർ കണ്ടിട്ട് എന്തായാലും നമ്മുടെ ഈ മാങ്ങയും പുളിയും വെച്ച് ഇങ്ങനത്തെ ഒരു കളർ ഉണ്ടാവില്ലല്ലോ. സോ ഇതെനിക്ക് കഴിക്കാൻ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല. എന്തോ എൻ്റെ എക്സ്പെക്റ്റേഷനിൽ നല്ലൊരു യെല്ലോ കളർ പ്രതീക്ഷിച്ചത് കൊണ്ടായിരിക്കാം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര സന്തോഷമൊന്നും തോന്നിയില്ല കേട്ടോ. ഡോണ്ട് ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നാണല്ലോ പറയപ്പെടുന്നത്. അതുകൊണ്ട് കഴിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യം ആവാന്ന് വിചാരിച്ചിട്ട് കഴിച്ചു നോക്കുവാണ്. കയ്യിൽ എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്റ്റിക്കി ആവുന്നുണ്ടായിരുന്നു. ഈ ടാറൊക്കെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് ഒരു പുളിയുടെയും പിന്നെ നമ്മുടെ ഉണങ്ങിയ മാങ്ങയുടെ ഒക്കെ ഒരു സ്മെല്ലായിരുന്നു. കഴിച്ചു നോക്കിയപ്പോൾ ആദ്യം ഒരു മാങ്ങയുടെയും പുളിയുടെയൊക്കെ ടേസ്റ്റ് വന്നെങ്കിലും മൊത്തത്തിലൊരു ആർട്ടിഫിഷ്യൽ ടേസ്റ്റാണ് വായിലേക്ക് കൂടുതലായിട്ട് വരുന്നത്. എക്സാക്ട്ലി ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സ്വീറ്റാണുള്ളത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു പുളിയും കയറി വരുന്നുണ്ട്. എന്തായാലും ഇത് കഴിക്കുമ്പോൾ നമുക്ക് അത്ര സുഖകരമായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര സ്റ്റിക്കിയാണ്. പോരാത്തതിന് നമ്മൾ കഴിച്ചു തുടങ്ങുമ്പം ചൂയി ആയിട്ടും തോന്നുന്നുണ്ട്. മൊത്തത്തിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് മാത്രമാണോ ഇഷ്ടപ്പെടാത്തതെന്ന് അറിയാൻ വേണ്ടി സച്ചുവിന് ഞാൻ കുറച്ച് കൊടുത്തു നോക്കിയായിരുന്നു. സച്ചുവിന് ആദ്യം കഴിച്ചപ്പോൾ ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി. പിന്നെ രണ്ടാമത് വീണ്ടും കഴിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ ആൾക്ക് വേണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആക്ച്വലി നമ്മളിങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ആർമിയുടെ അകത്ത് തന്നെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഇഷ്ടംപോലെ ഇതേപോലത്തെ ക്യാൻഡീസും കുഞ്ഞു കുഞ്ഞു വെറൈറ്റി മിഠായികളൊക്കെ കിട്ടും. ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇതേപോലെ വാങ്ങി ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. ചിലതൊക്കെ നന്നായി വരും, ചിലതൊക്കെ ഇതേപോലെ പാളിയും പോകും കേട്ടോ.